ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഒരു എളിയ സാക്ഷിയായിട്ട് വീണ്ടും നിങ്ങളുടെ മുമ്പാകെ എഴുന്നേറ്റ് നിൽക്കുവാൻ കർത്താവ് എനിക്ക് തന്ന കൃപയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. മരണാനന്തര ജീവിതത്തെക്കുറിച്ചാണല്ലോ നമ്മൾ ചില നാളുകളായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വായിക്കാം. യോബിൻ്റെ പുസ്തകം 14 അധ്യായം 10 വാക്യവും 14 വാക്യവും വായിക്കാം. പുരുഷനോ മരിച്ചാൽ ദ്രവിച്ചു പോകുന്നു, മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ അവൻ എവിടെ? മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ അവൻ എവിടെ? പഴയ നിയമത്തിലെ ഭക്തനായ യോബിൻ്റെ ഒരു ചോദ്യമാണ്. പ്രാണൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, മരണം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ അവസ്ഥ എന്താകും എന്ന്. ആ 14 വാക്യത്തിൽ അവൻ പറയുകയാണ്, യോബ് പറയുകയാണ്, മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? വീണ്ടും അവനൊരു ജീവൻ ഉണ്ടോ? അതോ ഇതോടുകൂടി എല്ലാം അസ്തമിച്ചു പോയോ? അവൻ്റെ സ്മരണ മാത്രമേ നിലനിൽക്കുകയുള്ളൂ? അടുത്ത തലമുറകളെല്ലാം അവന് മറന്നു പോകുമല്ലോ. അവൻ മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും ജീവിക്കുമോ എന്ന് ചോദിക്കുകയാണ്. അതിനുള്ള മറുപടി 19 അധ്യായം 25 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. എൻ്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണും. എൻ്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി അവനെ കാണും. യോബ് പറയുകയാണ്, ഭക്തനായ യോബ് വിശ്വാസത്തോട് പറയുകയാണ്, മരണം കഴിഞ്ഞാൽ മനുഷ്യൻ വീണ്ടും ജീവിക്കും. മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ അവൻ വീണ്ടും കാണും. അവൻ്റെ മുഖം കാണും. 27 വാക്യം, ഞാൻ തന്നെ അവനെ കാണും. ഞാൻ തന്നെ അവനെ കാണും. അന്യനല്ല, എൻ്റെ സ്വന്തം കണ്ണ് അവനെ കാണും. അന്യനല്ല, എൻ്റെ സ്വന്തം കണ്ണ് തന്നെ ഞാൻ അവനെ കാണുമെന്ന്. ദൈവത്തിന് മഹത്വം. എന്തൊരു പ്രത്യാശയാണ് നോക്കൂ പ്രിയമുള്ളവരെ. പഴയ നിയമ ഭക്തനായ യോബ് പറയുകയാണ്, ഞാൻ അവനെ കാണും. മരിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ വീണ്ടും ജീവിക്കും. ശലോമോൻ ഒരിക്കൽ പറഞ്ഞു, മനുഷ്യൻ പൊടിയാകുന്നു, അവൻ പൊടിയിലേക്ക് ചേർന്ന് കഴിഞ്ഞാൽ അവനെ ആത്മാവിനെ നൽകിയതായ ദൈവത്തിനടുക്കലേക്ക് അവൻ്റെ ആത്മാവ് മടങ്ങിച്ചെല്ലുമെന്ന്. ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിനടുക്കലേക്ക് മടങ്ങിപ്പോകുമെന്ന് ശലോമോൻ പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തു തന്നെ മരണത്തിനപ്പുറമുള്ള ജീവിതത്തെക്കുറിച്ച് കൃത്യവും വ്യക്തവുമായിട്ട് ബൈബിളിൽ പറയുന്നുണ്ട്. ബൈബിളിൽ അനേകം പ്രാവശ്യം സ്വർഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഏതാണ്ട് 700ഓളം പ്രാവശ്യം പറുദീസയെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും ബൈബിൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ പാതാളത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും 100ഓളം പ്രാവശ്യം ബൈബിളിൽ പറയുന്നുണ്ട്. പ്രിയമുള്ളവരെയും മരണാനന്തര ജീവിതത്തെക്കുറിച്ച് കൃത്യവും വ്യക്തവുമായിട്ട് ബൈബിൾ പറയുന്നു. നിത്യജീവനെക്കുറിച്ച് ബൈബിൾ 41 പ്രാവശ്യം പറയുന്നുണ്ട്. നിത്യജീവനെക്കുറിച്ച് അതിന് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 12 അധ്യായം 2 വാക്യം വായിക്കുമ്പോൾ പഴയ നിയമത്തിൽ നിത്യജീവനെക്കുറിച്ച് പറയുന്നൊരു ഭാഗമുണ്ട്. നമുക്ക് വായിച്ചു കേൾക്കാം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 12 അധ്യായം 2 വാക്യം. നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായും ഉണരും. ചിലർ നിത്യജീവനായിട്ട് ഉണരുമ്പോൾ ചിലർ ലജ്ജയ്ക്ക് വേണ്ടിയിട്ട് ഉണരുമെന്ന് ദാനിയേൽ പ്രവാചകൻ പറയുന്ന വാക്കാണ്. മരണത്തിനപ്പുറമുള്ള ജീവിതത്തെക്കുറിച്ച് നിലത്തിലെ പൊടിയിൽ നിദ്ര കൊണ്ടവരിൽ ചിലർ നിത്യജീവന് വേണ്ടിയിട്ട് ഉണരും. അവരുടെ മരണമെന്ന നിദ്രയിൽ നിന്ന് ഉണരുമ്പോൾ ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായിട്ട് ഉണരേണ്ടതായിട്ട് വരുമെന്ന്. ആരാണ് ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായിട്ട് ഉണരുന്നവർ? ഈ ഭൂമിയിലായിരുന്നപ്പോൾ ദൈവമില്ലാതെ ജീവിച്ചു. ഈ ഭൂമിയിലായപ്പോൾ ദൈവത്തിൻ്റെ വചനമനുസരിക്കാതെ ജീവിച്ചു. പഴയ നിയമ പ്രവാചകന്മാർ മുഖാന്തരം, മോശയുടെ ന്യായപ്രമാണം മുഖാന്തരം ദൈവം ജനത്തിന് കൽപ്പനകൾ നൽകിയിരുന്നു. ആ കൽപ്പനകൾ അനുസരിക്കാതെ ജീവിച്ചു. പുതിയ നിയമത്തെ സുവിശേഷം അനുസരിക്കാതെ ജീവിച്ചവർ, യേശുക്രിസ്തുവിനെ കൈക്കൊള്ളാതെ ജീവിച്ചവരാണ് നിത്യനിന്ദയ്ക്ക് വേണ്ടിയിട്ട് ഉണരാൻ പോകുന്നവർ. യേശു എന്ന രക്ഷകനെ ഹൃദയം കൊണ്ട് സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യാത്തവർ, പാപത്തെ ഉപേക്ഷിക്കാതെ മാനസാന്തരത്തെ തിരിഞ്ഞു നോക്കാതെ ജീവിച്ചവർ, യേശുക്രിസ്തുവിനെ കൈക്കൊള്ളാതെ ജീവിച്ചവർ ഉണരും മരണത്തിന് ശേഷം നിത്യ ലജ്ജയ്ക്ക് വേണ്ടിയിട്ട്, നിത്യനിന്ദയ്ക്ക് വേണ്ടിയിട്ട്. പ്രിയമുള്ളവരെ,
അതിലെന്താണ് അതിശയം? പാപികളെ തേടി വന്ന യേശു രക്ഷകൻ, പാപികൾക്ക് വേണ്ടി പാപ പരിഹാരമായി തീർന്ന യേശു രക്ഷകൻ, പിതാവിനെ വിട്ട് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവപുത്രൻ, സ്വർഗീയവാസിയായ ദൈവപുത്രൻ സ്വർഗം വിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ട് നിരന്തരം പിതാവുമായിട്ടുള്ള ബന്ധം പുലർത്തിക്കൊണ്ടിരുന്നു, നിരന്തരം പ്രാർത്ഥനയിൽ കഴിച്ചുകൊണ്ടിരുന്നു. എന്നാൽ പാപികളായ മനുഷ്യർ അവനെ ത്യജിച്ചു കളഞ്ഞു, അവനെ കല്ലെറിഞ്ഞു, അവനെ പല ദേശങ്ങളിൽ നിന്നും അവനെ ഇറക്കി വിട്ടു, ഓടിച്ചു വിട്ടു. പ്രിയമുള്ളവരെ, അവരുടെ നിയമങ്ങൾ പ്രകാരം അവനെ പിടിക്കുവാൻ അവർ നോക്കി, കള്ളസാക്ഷികളെ എഴുന്നേൽപ്പിച്ചു, അവനെ പുറജാതികളുടെ മുമ്പാകെ, രാജാക്കന്മാരുടെ മുമ്പാകെ ഇല്ലാത്ത കുറ്റം ചുമത്തി അവനെ നിർത്തി. പ്രിയമുള്ളവരെ, കൊടിയ പീഡയിലൂടെയും ശിക്ഷയിലൂടെയും അവനെ കടത്തിവിട്ടു. അവർ പോലും അറിഞ്ഞില്ല അവരെ തേടി വന്ന രക്ഷകനാണ് എന്ന്. ഞാൻ ചോദിക്കട്ടെ പ്രിയമുള്ളവരെ, നാളുകളായിട്ട് വചനം കേൾക്കുന്നുവല്ലോ, നാളുകളായിട്ട് കൂട്ടായ്മ കൂടുന്നുവല്ലോ. ഇന്ന് ഈ വചനങ്ങളെ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ രക്ഷകൻ വസിക്കുന്നുണ്ടോ? ഈ രക്ഷകനെ പ്രസാദിപ്പിച്ചാണോ നിങ്ങൾ ജീവിക്കുന്നത്? ഈ രക്ഷകൻ നിങ്ങളുടെ ഹൃദയത്തിലുണ്ട് എന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? എൻ്റെ കർത്താവിൻ്റെ മുഖം എന്നെ നോക്കി ദുഃഖിക്കുമോ? പരിശോധിച്ചു നോക്കൂ. എൻ്റെ പ്രവൃത്തികൾ, എൻ്റെ പെരുമാറ്റങ്ങൾ, എൻ്റെ ഇടപെടലുകൾ, എൻ്റെ വാക്കുകൾ, എൻ്റെ സംസാരങ്ങൾ, എൻ്റെ സുവിശേഷ വേല, ഇതിലെല്ലാം ദൈവം പ്രസാദിക്കുന്നുണ്ടോ പ്രിയമുള്ളവരെ? നമ്മൾക്ക് തോന്നിയതുപോലെയാണോ ഇതെല്ലാം ചെയ്യുന്നത്? നമ്മൾക്ക് തോന്നിയതുപോലെയാണോ നമ്മൾ ജീവിക്കുന്നത്? എനിക്ക് എൻ്റെതായ ഒരു കാഴ്ചപ്പാടാണെന്ന് പറഞ്ഞ് ആണോ ജീവിക്കുന്നത്? ദൈവത്തിൻ്റെ ഹിതം അന്വേഷിക്കാറുണ്ടോ? എന്നെക്കുറിച്ച് എൻ്റെ ദൈവം പ്രസാദിക്കുന്നുണ്ടോ? എൻ്റെ വചന ശുശ്രൂഷയിൽ, എൻ്റെ സാക്ഷ്യത്തിൽ, എൻ്റെ സുവിശേഷ വേലയിൽ, എൻ്റെ കുടുംബജീവിതത്തിൽ, എൻ്റെ ഔദ്യോഗികമായ ജീവിതത്തിൽ ദൈവം പ്രസാദിക്കുന്നുണ്ടോ? എൻ്റെ കൂട്ടായ്മ ജീവിതത്തിൽ എൻ്റെ ഇടപെടലുകൾ എങ്ങനെയാണ് ദൈവം പ്രസാദിക്കുന്നുണ്ടോ? നിങ്ങൾ പരിശോധിച്ച് നോക്കൂ പ്രിയമുള്ളവരെ. ക്രിസ്തുവിനെ കൈക്കൊള്ളാത്തവർ, ക്രിസ്തുവിനായിട്ട് വിശുദ്ധ ജീവിതം നയിക്കാത്തവർ, പാപത്തെ ഉപേക്ഷിക്കാത്തവർ, പിശാചിനോടും അവൻ്റെ സകലവിധ പാപത്തോട് യാത്ര പറയാത്തവർ, യേശുവിനെ രക്ഷകനും നാഥനുമായിട്ട് ഹൃദയത്തിൽ സ്വീകരിക്കാത്തവർ, പരിശുദ്ധാത്മാവിന്റെ മന്ദിരമായിട്ട് തൻ്റെ ശരീരം മാറ്റാത്തവർ നിത്യനിന്ദയ്ക്ക് വേണ്ടിയിട്ട് ഉണരുമെന്നാണ് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തു ഒരു സംഭവ കഥ പറയുന്നതിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിക്കുകയുണ്ടായി. അത് ധനവാന്റെയും ലാസറിന്റെയും സംഭവ കഥയാണ്. പ്രിയമുള്ളവരെ, അവിടെ ലാസറിന്റെ പേര് പറഞ്ഞുകൊണ്ട് കർത്താവ് ധനവാന്റെ പേര് പറയാതെ ആ കഥ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. എന്തുകൊണ്ടാണ് ധനവാന്റെ പേര് പറയാത്തത്? ധനവാന്റെ പേര് കർത്താവിൻ്റെ നാവിലെടുക്കാൻ കർത്താവിന് അറപ്പാണ്. എന്തുകൊണ്ടാണെന്നറിയാമോ? അവന് ഈ സുവിശേഷം വേണ്ടായിരുന്നു, അവന് ദൈവവചനം വേണ്ടായിരുന്നു, അവന് ദൈവകൽപ്പനകൾ അവനനുസരിക്കാൻ പദ്ധതി ഉണ്ടായിരുന്നില്ല. അവൻ ഈ ഭൂമിയിൽ ഒരു പാപിയായിട്ട് അവൻ ജീവിച്ചു. അവൻ്റെ പേര് ജീവോത്സവത്തിലില്ല. ജീവോത്സവത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടുമെന്നുള്ള വചനം അവൻ അറിയാൻ പാടില്ലായിരുന്നോ? ജീവന്റെ പുസ്തകത്തിൽ നമ്മുടെ പേരുണ്ടോ? ഇല്ലെങ്കിൽ നമ്മുടെ പേര് പോലും പറയാൻ കർത്താവിന് അറപ്പായിരിക്കും. കർത്താവ് പറയുകയില്ല. 12 അപ്പോസ്തലന്മാരിൽ ഒരുവനായ യൂദാസിനെ പോലും കർത്താവ് അവസാന സമയത്ത് പറയുന്ന നാശയോഗ്യൻ എന്നാണ് പറയുന്നത്. നാശം സ്വയം തെരഞ്ഞെടുത്തവൻ. 3.5 വർഷക്കാലം രക്ഷകന്റെ കൂടെ നടന്നിട്ടും രക്ഷകനെ സ്വന്തമാക്കാൻ പറ്റാത്ത പോയ യൂദാസിനെ നാശയോഗ്യൻ എന്നല്ലാതെ എന്ത് വിളിക്കും? നാളുകളായിട്ട് കൂട്ടായ്മയിൽ വന്നിട്ടും ഇന്നും പാപങ്ങളിൽ രസിക്കുന്നവരുണ്ട്, ഇന്നും അഹങ്കാരം ഉപേക്ഷിക്കാത്തവരുണ്ട്, ഇന്നും കോപവും വാഗ്വാദമായിട്ട് കിടക്കുന്നവരുണ്ട്, ഇന്ന് അനേകരെ അടിച്ചമർത്തുന്ന രീതിയിൽ സംസാരിക്കുന്നവരുണ്ട്, ഞാൻ എന്തൊക്കെയോ ആണ് എന്നുള്ള ഭാവത്തിൽ ജീവിക്കുന്നവരുണ്ട്, എന്നെ തെരഞ്ഞെടുത്തില്ല, എന്നെ മാനിച്ചില്ല, എന്നെ പരിഗണിച്ചില്ല എന്ന് പറഞ്ഞ് സ്വയത്തിന്റെയും അഹങ്കാരത്തിന്റെയും പിന്നാലെ നടക്കുന്നവർ അനേകരുണ്ട്. സ്വയമാണ്, അഹങ്കാരമാണ്. എന്നെ മാനിച്ചില്ല, എന്നെ പരിഗണിച്ചില്ല, ഇതെല്ലാം പൈശാചികമായ പാപമാണ് പ്രിയമുള്ളവരെ. ഇവിടെ ധനവാന്റെയും ലാസറിന്റെയും സംഭവ കഥ കർത്താവ് പറയുന്നത് നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. 16 അധ്യായം 19 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. ധനവാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ ധൂമ്രവസ്ത്രവും പട്ടും ധരിച്ച് ദിനംപ്രതി ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു. ലാസർ എന്നു പേരുള്ള ഒരു ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി അവൻ്റെ പടിപ്പുരയ്ക്കൽ കിടന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്ന് വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചു. നായ്ക്കളും വന്ന് അവൻ്റെ വ്രണം നക്കും. ഈ ലാസറിന് ധനവാനെ അറിയാം, ധനവാന് ലാസറിനെ അറിയാം. കാരണം ഇവർ തമ്മിൽ വലിയ അകലത്തിലല്ല താമസിക്കുന്നത്. ധനവാൻ തൻ്റെ മാളികയിൽ താമസിക്കുമ്പോൾ അവൻ്റെ പടിപ്പുരയ്ക്കൽ ഈ ദരിദ്രനായ ലാസർ കിടക്കുന്നുണ്ട്. ഈ ധനവാന് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണമെങ്കിലും വീട്ടിലേക്ക് വരണമെങ്കിലും അവൻ്റെ വാഹനത്തിൽ യാത്ര ചെയ്യണമെങ്കിൽ എപ്പോഴും ഈ ദരിദ്രനെ കാണാതെ പോകാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഇവർ തമ്മിൽ നല്ല പരിചയമാണ്. പക്ഷേ ഒരുവന്റെ അവസ്ഥ വളരെ മോശമാണ്. കണ്ടിട്ടും കാണാത്തവനെ പോലെ ധനവാൻ പലപ്പോഴും വീട്ടിലേക്ക് കയറി പോയിക്കൊണ്ടിരുന്നു. അവൻ അവിടെ സുഖിക്കുകയാണ്, അവൻ്റെ വീട്ടിൽ ആനന്ദഘോഷങ്ങളാണ്, അവൻ്റെ വീട്ടിൽ തിമിർപ്പാണ്, അവൻ രസിക്കുകയായിരുന്നു.
എന്നാൽ അവർ രണ്ടുപേരും മരിക്കുന്ന കാര്യം കർത്താവ് പറയുകയാണ്. ഇവിടം കൊണ്ട് തീരുമോ പ്രിയമുള്ളവരെ? ഈ ലോകത്ത് എന്തെല്ലാം നടക്കുന്നു, എന്തെല്ലാം അന്യായങ്ങൾ നടക്കുന്നു, എന്തെല്ലാം അനീതികൾ നടക്കുന്നു, എന്തെല്ലാം അക്രമങ്ങൾ നടക്കുന്നു. പ്രിയമുള്ളവരെ, ഇതിനപ്പുറം ഒരു ന്യായവിധി ഉണ്ട് എന്ന് ചിന്തിക്കുന്നുണ്ടോ? ഇതിനപ്പുറം ഒരു ന്യായവിധി ഉണ്ട്. മരണത്തിനപ്പുറം ഒരു ന്യായവിധി ഉണ്ട്. ഇവിടെയുള്ള രഹസ്യങ്ങൾ മുഴുവനും വെളിപ്പെടുന്ന ഒരു ദിവസമുണ്ട്. അറയിൽ പറഞ്ഞത് പുരമുകളിൽ ഘോഷിക്കുമെന്നുള്ള ദൈവത്തിന്റെ വചനം അന്വർത്ഥമാകുന്ന ഒരു ദിവസമുണ്ട്. ആരും കാണാതെ രഹസ്യത്തിൽ ചെയ്തതെല്ലാം വെളിച്ചത്താവുന്നൊരു ദിവസമുണ്ട്. ന്യായവിധി, ജഡ്ജ്മെന്റ്. ആ ദിവസത്തിൽ അനേകരും പിടിക്കപ്പെടും. നിന്നയ്ക്ക് വേണ്ടിയിട്ട് അനേകരും എഴുന്നേറ്റ് വരും. ഇവിടെ രണ്ടുപേരുടെ മരണത്തെക്കുറിച്ച് പറയുകയാണ്. ധനവാൻ മരിച്ചു, അടക്കപ്പെട്ടു. ലാസർ മരിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? വായിക്കാം. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ധനവാനും മരിച്ചു, അടക്കപ്പെട്ടു. പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി ദൂരത്തുനിന്ന് അബ്രഹാമിനെയും അവൻ്റെ മടിയിൽ ലാസറിനെയും കണ്ടു. മരണമെന്ന കട്ടലിലൂടെ, മരണമെന്ന വാതിലിലൂടെ അപ്പുറ രാജ്യത്തിലേക്ക് അവർ പ്രവേശിക്കുകയാണ്. നിത്യതയുടെ തുറമുഖത്തേക്ക് ചെല്ലുകയാണ്. അപ്പോഴാണ് ഒരു പ്രശ്നം. ധനവാൻ ഉണർന്നത് നിത്യനിന്ദയിലേക്കാണ്, ലജ്ജയിലേക്കാണ്. ദരിദ്രൻ ഉണർന്നത് നിത്യജീവങ്കിലേക്കാണ്, നിത്യജീവൻ. എന്തോ ഒരു സ്വസ്ഥത, എന്തോ ഒരു ശാന്തത. മാലാഖമാരുടെ ഗീതങ്ങൾ, കർത്താവിനെ ആരാധിക്കുന്ന മനോഹരമായ ശബ്ദങ്ങൾ, പരിശുദ്ധന്മാരുടെ നീണ്ട നിര തന്നെ. അവിടെയുള്ള വിശുദ്ധിയോടുകൂടി ജീവിച്ച അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് മുതലായ വിശുദ്ധന്മാര്. പ്രിയമുള്ളവരെ, കർത്താവിന് വേണ്ടി സമർപ്പണത്തിൽ നിന്ന യൗസേപ്പും ദാനിയേലും, അനേക പ്രവാചകന്മാര്, ഈ ഭൂമിയിൽ രാജാക്കന്മാരുടെ കല്ലേറേറ്റവർ, രാജാക്കന്മാരുടെ ഈർച്ച വാളുകളാൽ അറുക്കപ്പെട്ടവർ, പ്രിയമുള്ളവരെ, അനേക കഷ്ടങ്ങളിലൂടെ, യാതനയിലൂടെ കടന്നുപോയവർ ഇതാ പരിശുദ്ധന്മാരുടെ നിരയിൽ നിൽക്കുന്നു. മനോഹരമായ പർദീസ ഈ ദരിദ്രനായ ലാസറിന് വേണ്ടിയിട്ട് തുറക്കുകയാണ്. ലാസർ ദരിദ്രനായതുകൊണ്ടാണോ പർദീസിലേക്ക് പോയത്? ഒരിക്കലുമല്ല പ്രിയമുള്ളവരെ. ദരിദ്രന്മാരെല്ലാം പർദീസിലേക്ക് പോകുമെന്നാണോ? അത് ബോഷ്കാണ്. അല്ല. എന്താണ് കാരണം? നമുക്ക് ചിന്തിക്കാം. ധനവാൻ എന്തുകൊണ്ടാണ് പാതാളത്തിലേക്ക് പോയത്? അവൻ ധനവാനായതുകൊണ്ടാണോ? ധനവാന്മാരെല്ലാം പാതാളത്തിലേക്ക് പോകുമോ? ഒരിക്കലുമില്ല പ്രിയമുള്ളവരെ. അവനെ സ്വീകരിച്ച അബ്രഹാം പിതാവ് പോലും ഒരു ധനവാനായിരുന്നു. ദൈവത്തിന് മഹത്വം. അപ്പോൾ അതല്ല മാനദണ്ഡം. പിന്നെ എന്തുകൊണ്ടാണ് ഒരുവൻ പാതാളത്തിലേക്കും ഒരുവൻ പർദീസിലേക്കും പോയത്? ഇനി നോക്കൂ. ആ ധനവാൻ മരിച്ചു, അടക്കപ്പെട്ടു, ഉടനെ പാതാളത്തിലേക്ക് പോവുകയാണ്. ആ ദരിദ്രൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ദൂതന്മാരാണ് അവനെ എതിരേറ്റ് അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോകുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചില്ലേ, ഈ ദൂതന്മാർക്ക് എങ്ങനെയാണ് ലാസറിനെ പരിചയം? എബ്രായർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 14-ാം വാക്യം വായിക്കാം. ദൂതന്മാർ അവന്റെ മാനസാന്തരം കണ്ട് സന്തോഷിച്ചവരാണ്. മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷം ഉണ്ടാവുമെന്നും, മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗീയ ദൂതന്മാരുടെ ഇടയിൽ സന്തോഷം ഉണ്ടാവുമെന്നും ദൈവത്തിന്റെ വചനം പറയുമ്പോൾ ഇവനെ ഓർത്തൊരു നാളിൽ ഈ ദൂതന്മാർ സന്തോഷിച്ചതാണ്. എബ്രായർ 1-ാം അധ്യായം 14-ാം വാക്യം വായിക്കാം. അവരൊക്കെയും രക്ഷപ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക്. ദൂതന്മാരെ കുറിച്ചാണ് പറയുന്നത്. ശ്രദ്ധിച്ചു കേൾക്കുക. ദൂതന്മാരെ കുറിച്ചാണ് പറയുന്നത്, മാലാഖമാരെ കുറിച്ചാണ് പറയുന്നത്. ഈ ദൂതന്മാരൊക്കെയും രക്ഷ പ്രാപിക്കാനിരിക്കുന്നവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്നതായ സേവകാത്മാക്കളത്രേ. സേവകാത്മാക്കളാണ്. രക്ഷ പ്രാപിക്കാനിരിക്കുന്നവർക്ക് വേണ്ടി സേവ ചെയ്യാനിരിക്കുന്നവരാണ് ദൂതന്മാർ. അവരുടെ കടമയാണ് ഒരു ഭക്തൻ മരിക്കുമ്പോൾ അവനെ എതിരേറ്റ് കൊണ്ടുപോകുക എന്നുള്ളത്. നിങ്ങൾക്കറിയാമോ സ്തേഫാനോസ് മരിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? നിങ്ങൾക്കറിയാമോ? സ്തേഫാനോസ് യേശു ക്രിസ്തുവിനെ സാക്ഷിച്ച് ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ കല്ലേറേറ്റ് രക്തസാക്ഷിയാകുന്ന ഘട്ടത്തിൽ സ്തേഫാനോസ് ഹൃദയ കണ്ണുകൊണ്ട്, ആത്മ കണ്ണുകൾ ഉയർത്തിക്കൊണ്ട് പിതാവായ ദൈവത്തെ സ്വർഗത്തിലേക്ക് നോക്കുകയാണ്. അപ്പോൾ കണ്ട മനോഹരമായൊരു കാഴ്ചയുണ്ട്. സ്വർഗം തുറന്നിരിക്കുന്ന കാഴ്ച കണ്ടു. സ്തേഫാനോസ് കല്ലേറേറ്റ് പെടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഭൂമിയിൽ കഷ്ടതയാണ്, വേദനയാണ്, ശരീരമെല്ലാം ചിന്ന ഭിന്നമായി കൊണ്ടിരിക്കുകയാണ്, രക്തം ഇറ്റിറ്റ് വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്തേഫാനോസ് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച സ്വർഗം തുറന്നിരിക്കുകയാണ്. ഇതാ കർത്താവായ യേശു ക്രിസ്തു പിതാവിന്റെ വലതുഭാഗത്ത് എഴുന്നേറ്റ് നിൽക്കുകയാണ്, തനിക്ക് വേണ്ടി രക്തസാക്ഷിയാകുന്നവനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. എത്ര മനോഹരമായ രംഗം! ലാസറിനെ കൊണ്ടുപോകാൻ ദൂതന്മാർ വന്നു. നായ്ക്കൾ നക്കുന്ന വ്രണം നിറഞ്ഞവനായ ലാസറിനെ കൊണ്ടുപോകാൻ. സ്വർഗത്തിലേക്ക് പോകുന്നത് ഈ ഭൂമിയിൽ ഏതെങ്കിലും സ്റ്റാറ്റസ് വെച്ചുകൊണ്ടാണോ? ഈ ഭൂമിയിൽ സഹോദര നിനക്കൊരു സ്ഥാനമാനമില്ലെങ്കിലും
നിന്റെ ഭാര്യയോ നിന്റെ മക്കളോ നിന്നെ പരിഗണിച്ചില്ലെങ്കിലും, നിന്റെ ഭർത്താവിന്റെ മുമ്പിൽ നിനക്കൊരു വിലയില്ല എങ്കിലും, നീ യേശു ഉള്ളവളാണോ, നീ യേശുവിനുള്ളവനാണോ, സഹോദരൻ, നീ ഒട്ടും ഭയപ്പെടേണ്ടതില്ല. നീ മാനസാന്തരപ്പെട്ട വ്യക്തിയാണോ, നിന്നെ എതിരേറ്റ് കൊണ്ടുപോകാൻ ദൂതന്മാർ വരും. സ്വർഗത്തിൽ നിന്ന് എസ്കോട്ട് ദൈവം അയക്കും. ദൈവത്തിന് മഹത്വം. അവിടെ ശാന്തതയാണ്, അവിടെ സ്വസ്ഥത അനുഭവിക്കുകയാണ്. ഇവിടെ എന്നും വേദനയായിരുന്നു പാവൻ ലാസറിന്. ഇവിടെ എന്നും കഷ്ടതയായിരുന്നു, എന്നും വേദന, എന്നും ദുഃഖം. ശരീരം മുഴുവനും വ്രണമല്ലേ പ്രിയമുള്ളവരെ. നായ്ക്കളെ ഓടിച്ചുവിടാൻ പോലും അവൻ്റെ കൂട്ടത്തിൽ ആരുമില്ലായിരുന്നു. അവന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്താണെന്നറിയാമോ? ആ ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്ന എച്ചിൽ എനിക്ക് ആരെങ്കിലും ഒന്ന് കൊണ്ടു തന്നിരുന്നെങ്കിൽ എൻ്റെ ഒരു നേരത്തെ വിശപ്പടക്കാമായിരുന്നല്ലോ. അതുപോലും ആരും അവന് കൊടുത്തില്ല. രോഗിയല്ലേ, ആരോഗ്യമുണ്ടോ? അധ്വാനിക്കാൻ ആരോഗ്യമുണ്ടോ? ഇല്ലല്ലോ സഹോദരന്മാരെ. എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടവൻ അവിടെ കിടന്നപ്പോൾ അവരെ തിരിഞ്ഞു നോക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു മാലാഖമാരെ അയച്ചിരിക്കുകയാണ്. ദൂതന്മാർ അവനെ ആനയിച്ചുകൊണ്ട് പോവുകയാണ്. അവന്റെ പുതിയ ശരീരം അവന് ലഭിക്കുകയാണ്. അവൻ പർദീസയിലേക്ക് ചെല്ലുമ്പോൾ അവനെ അബ്രഹാം പിതാവ് സ്വീകരിക്കുകയാണ്. വിശ്വാസികളുടെ പിതാവ്. ആരെങ്കിലും യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടാൽ, ആരെങ്കിലും യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചാൽ അവനെ സ്വീകരിക്കാനായിട്ട് അബ്രഹാം പിതാവ്. സക്കയോട് പറഞ്ഞില്ലേ, ഇവനും അബ്രഹാമിന്റെ മകനായാൽ ഇന്ന് ഈ വീട്ടിന് രക്ഷ വന്നു. പ്രിയമുള്ളവർ, യേശുവിനെ ആരെങ്കിലും കൈക്കൊണ്ട് കഴിഞ്ഞാൽ വിശ്വാസികളുടെ പിതാവ് എന്നറിയപ്പെടുന്നതായ അബ്രഹാമിന്റെ മക്കളായിട്ട് മാറുകയാണ്. അങ്ങനെ ദരിദ്രനായ ലാസർ അബ്രഹാമിന്റെ മടിയിലേക്ക്, ധനവാനോ പാതാളത്തിൽ യാതന അനുഭവിക്കുകയാണ്. ഈ ഭൂമിയിലായിരുന്നപ്പോൾ ദാഹം വരുമ്പോൾ സെർവൻസ് ഉടനെ തന്നെ നല്ല സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ ആയിട്ട് വരും, നല്ല ജ്യൂസൊക്കെ ആയിട്ട് വരും. കുക്കുംബർ ജ്യൂസ് എന്നോ അല്ലെങ്കിൽ ഫ്രൂട്ട് ജ്യൂസ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വരും. പക്ഷെ അവിടെ ദാഹിക്കാനായിട്ട് ആരും വരുന്നില്ല. ധനവാൻ ചുറ്റും നോക്കുകയാണ്. അയ്യോ, കൊടിയ വേദനയാണ് പ്രിയമുള്ളവരെയും. ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു എന്ന് പറയാൻ തൊക്കവണ്ണം വേദനയാണ്. സഹോദരന്മാരെ, നിങ്ങളും ധനവാന്മാരെ പോലെയാണോ? ഈ ധനവാനെ പോലെയാണോ? ഭൂമിയിൽ മോശയും പ്രവാചകന്മാരും ഉണ്ടായിരുന്നു. അവൻ അവരുടെ വാക്കൊന്നും കേൾക്കാൻ അവന് തയ്യാറുണ്ടായിരുന്നില്ല. അവന് സമയമില്ല. അവന് ബിസിനസ്, അവന്റെ ജോലി ഒന്നാം സ്ഥാനത്തിനാണ്. റിട്ടയർമെന്റ് കഴിഞ്ഞിട്ട് സുവിശേഷ വേല ചെയ്യാം എന്ന് പറയുന്ന അനേകരുണ്ട്. കർത്താവിനെ മാറ്റി നിർത്തിയിട്ട് സുവിശേഷ വേലയ്ക്ക് ഒരു പ്രാധാന്യം കൊടുക്കാത്ത അനേകർ ഇന്നും കൂട്ടായ്മയിൽ ഞാൻ കാണുന്നുണ്ട് പ്രിയമുള്ളവരെ. ഒന്നാം സ്ഥാനം ആർക്ക്? ഈ ധനവാന് അവിടെ ചെന്നപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയാനായിട്ടുള്ള സുവിശേഷന്മാര് അവന് വീട്ടിൽ വന്നപ്പോഴൊന്നും അവൻ മൈൻഡ് ചെയ്തില്ല. ഇപ്പോൾ അവന് വല്ലാത്ത ദുരിതം. കർത്താവ് തന്നെ എത്രയോ പ്രാവശ്യം കെടാത്ത തീയും ചാവാത്ത പുഴുവുമുള്ള നരകത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾക്ക് എന്നേക്കുമായിട്ട് സ്വർഗത്തിന്റെ വാതിൽ അടഞ്ഞു പോയതല്ലേ? ആരാണ് തുറന്നു തന്നത്? കർത്താവ് ക്രൂശിൽ ഒരുക്കിയതായ രക്ഷയിലൂടെ അല്ലയോ ഈ സ്വർഗത്തിന്റെ വാതിൽ തുറന്നു കിട്ടിയത്? പിതാവും പുത്രനും മാത്രമുള്ളതായ സ്വർഗത്തിലേക്ക് നമ്മൾക്ക് പ്രവേശിക്കുവാൻ വേണ്ടിയിട്ട് ദേവാലയത്തിലെ തിരശ്ശീല ചീന്തിക്കൊണ്ട് പുതിയൊരു മാർഗം തുറന്നു തന്ന കർത്താവായ യേശുവല്ലേ? ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, നിത്യജീവൻ ഞാനാണെന്ന് പറഞ്ഞുകൊണ്ട് ജീവൻ പകരാൻ വന്നവനായ യേശുവിനെ കൈക്കൊണ്ടില്ല എങ്കിൽ നിനക്കായിട്ട് തുറക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് പാതാളം. ന്യായവിധിക്ക് ശേഷമാണ് സ്വർഗം അല്ലെങ്കിൽ നരകം. അതുവരെ ഒന്നുകിൽ പാതാളം അല്ലെങ്കിൽ പർദീസ. വായിക്കാം 23-ാം വാക്യം. ധനവാനും മരിച്ചു അടക്കപ്പെട്ടു. പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി ദൂരത്തു നിന്ന് അബ്രഹാമിനെയും അവന്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അബ്രഹാമിനെയും അവന്റെ മടിയിൽ ലാസറിനെയും കാണുകയാണ്. ദൂരെയാണ്, ദൂരെ അബ്രഹാമിനെ കണ്ടു. എങ്ങനെ അബ്രഹാമിനെ കണ്ട് തിരിച്ചറിഞ്ഞു? പ്രിയമുള്ളവരെ, കണ്ട് തിരിച്ചറിയാൻ പറ്റും. കണ്ണടയുടെ കാഴ്ചശക്തി ഇല്ലാതെ തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇവിടെ വെച്ച് തിമിരത്തിന്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞവർക്ക് അവിടെ ചെല്ലുമ്പോൾ അതിനൊന്നും ആവശ്യമില്ല, ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. മാത്രമല്ല, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരിച്ചുപോയ അബ്രഹാമിനെ കണ്ടു തിരിച്ചറിഞ്ഞു. ലാസറിനെയും കണ്ടു. ദൂരെ എന്ന് കണ്ടു, വളരെ ദൂരെ എന്നാണ്. പാതാളം താഴെയാണെന്നും പർദീസ മുകളിലാണ് എന്നും അവരുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മേലോട്ട് നോക്കി ദൂരത്ത് നിന്ന് അബ്രഹാമിനെയും അവന്റെ മടിയിൽ ലാസറിനെയും കണ്ടു. ലാസറിന്റെ ശരീരത്തിൽ ഇപ്പോൾ വ്രണമില്ലല്ലോ. ആ നായ്ക്കൾ നക്കിയതായ ശരീരമല്ലല്ലോ. എന്തൊരു തേജസ്സാണ് ശരീരം. അബ്രഹാമിനെ മടിയിലിടുന്നുകൊണ്ട്, അബ്രഹാമിനോടൊപ്പം ഇരുന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയാണല്ലോ. എത്ര മനോഹരമായ പർദീസ എനിക്കെന്തുകൊണ്ടാണ് നഷ്ടപ്പെട്ടത്? അയ്യോ, വലിയ വേദനയാണല്ലോ. ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുകയാണല്ലോ. എന്തൊരു ഉഷ്ണമാണല്ലോ. വൈകാം. അബ്രഹാം പിതാവേ, എന്നോട് കരുണയുണ്ടാകണമേ. പാതാളത്തിൽ നിന്നൊരു പ്രാർത്ഥന മുങ്ങുകയാണ്. അവിടെ വെച്ചും പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ കേൾക്കാൻ ആരും ഉണ്ടാകില്ല എന്നേ ഉള്ളൂ. കേൾക്കാമെങ്കിലും അത് നിറവേറ്റാൻ ആരും ഉണ്ടാകില്ല എന്നേ ഉള്ളൂ. അബ്രഹാം പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്. അബ്രഹാം പിതാവേ, ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വായിക്കും. ലാസർ വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ.
ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു. ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുകയാണ്. എനിക്കൊരു അപേക്ഷയുണ്ട്. ആ ലാസറിനെ ഇങ്ങോട്ടേക്ക് നയിക്കാമോ? അവരുടെ വിരലിന്റെ അറ്റം എൻ്റെ വെള്ളത്തിലൊന്ന് മുക്കി എൻ്റെ നാവിനെ ഒന്ന് തണുപ്പിച്ചാൽ മതി. എന്തൊരാഗ്രഹം! ഒരു ഗ്ലാസ് വെള്ളമല്ല ചോദിക്കുന്നത്. ഭൂമിയിലായിരുന്നപ്പോൾ വ്രണം നിറഞ്ഞതായ ലാസറില്ലേ, അവനെ കണ്ടാൽ അറയ്ക്കുമായിരുന്നു. ആ ലാസറിന്റെ വിരലിന്റെ അറ്റം വെള്ളത്തിലൊന്ന് മുക്കി എൻ്റെ നാവിനെ ഒന്ന് തണുപ്പിച്ചു തന്നാൽ മതി. ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുകയാണ്. അവിടുത്തെ പുഴു ചാകുന്നില്ല, അവിടുത്തെ തീ കിടന്നുമില്ല. അഹങ്കാരത്തോടെ, നെകളത്തോടെ, പണത്തിന്റെ പിന്നാലെ ആർത്തി പിടിച്ച് ആരെയും വകവയ്ക്കാതെ നടക്കുന്ന സഹോദര, നീ ഇത് കേൾക്കൂ. മരണത്തിനപ്പുറം ഒരു നിത്യതയുണ്ട്. ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം, ഒന്നുകിൽ പാതാളം അല്ലെങ്കിൽ പർദീസ. നീ എവിടെ പോകുമെന്ന് നീ ഉറപ്പാക്കിയിട്ടുണ്ടോ? നിനക്ക് ആചാരങ്ങൾ ഉണ്ടാകും, നിനക്ക് അനുഷ്ഠാനങ്ങൾ ഉണ്ടാകും, നീ കുർബാന സ്വീകരിക്കുന്ന വ്യക്തിയായിരിക്കാം. പക്ഷെ മാനസാന്തരമില്ലാത്തതുകൊണ്ടും പാപത്തിൽ രസിച്ച് ജീവിക്കുന്നതുകൊണ്ടും പാപത്തെ ഉപേക്ഷിക്കാത്തതുകൊണ്ടും നിനക്കായിട്ട് തുറക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് പാതാളം അഥവാ നരകം. നിത്യനിന്ദയ്ക്ക് വേണ്ടിയിട്ട് ഉണരാൻ പോവുകയാണ്. അടുത്ത വാക്യം വായിക്കാം. അടുത്ത വാക്യം. അബ്രഹാം, മകനെ, നിന്റെ ആയുസ്സിൽ നീ നന്മയും ലാസർ അവണ്ണം തിന്മയും പ്രാപിച്ചുവെന്നും ഓർക്ക. ഇപ്പോൾ അവനിവിടെ ആശ്വസിക്കുന്നു, നീയോ വേദന അനുഭവിക്കുന്നു. അബ്രഹാം ഉടനെ ഭൂമിയിലെ കാര്യമാണ് പറയുന്നത്. ഭൂമിയിലായിരുന്നപ്പോൾ നീ എങ്ങനെ ജീവിച്ചു എന്ന് ഓർക്ക ധനവാനേ. ഭൂമിയിലായിരുന്നപ്പോൾ നീ എങ്ങനെയാണ് ജീവിച്ചത്? പെട്ടെന്ന് ഭൂമിയിലെ ജീവിതം മുഴുവനും ഈ ധനവാൻ ഓർമ്മ വരികയാണ്. അയ്യോ, ഞാൻ കണ്ട കാഴ്ചകൾ അശുദ്ധമായിരുന്നല്ലോ. ആരും കാണാതെ രഹസ്യമുറിയിൽ എൻ്റെ മൊബൈൽ എടുത്ത് ഓണാക്കി വെച്ച കണ്ട കാഴ്ചകൾ, എൻ്റെ ടി വിയിൽ ഓണാക്കി കണ്ട കാഴ്ചകൾ, ആരെയും വകവയ്ക്കാതെ സംസാരിച്ച വാക്കുകൾ, എൻ്റെ ഹൃദയത്തിലൂടെ പോയ ചിന്തകൾ, അയ്യോ മ്ലേച്ഛമായിരുന്നല്ലോ. ഭൂമിയിലെ കാര്യം അബ്രഹാം പിതാവ് പറയുകയാണ്. നീ അതെല്ലാം ചെയ്തപ്പോൾ ഞങ്ങൾ ഇതെല്ലാം ഈ പർദീസയിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ധനവാനെ. നീ ഈ പാപത്തിന്റെ വഴികളിൽ നടന്നപ്പോൾ, നിന്റെ രക്ഷകനെ അന്വേഷിക്കാതിരുന്നപ്പോൾ, നിത്യജീവനെ കുറിച്ച് ചിന്തിക്കാതിരുന്നപ്പോൾ, ദൈവത്തിന്റെ വചനവും കൽപ്പനയും അനുസരിക്കാതിരുന്നപ്പോൾ, ഇതെല്ലാം കണ്ട് ഞങ്ങൾ ദുഃഖിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നീ ഒന്ന് മാനസാന്തരപ്പെട്ടെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. അവിടെ മോശയും പ്രവാചകന്മാരും ഉണ്ടായിരുന്നു. നിന്റെ വീട്ടിലേക്ക് നോട്ടീസുമായിട്ട് വന്നപ്പോൾ, നിന്റെ വീട്ടിൽ വചനവുമായിട്ട് വന്നപ്പോൾ, നിന്നെ ക്ഷണിച്ചപ്പോൾ നീ അവരെ ആട്ടി ഓടിച്ചില്ലേ? നീ തന്നെയല്ലേ നിന്റെ രക്ഷ നഷ്ടപ്പെടുത്തിയത്? ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. നീ ഇപ്പോൾ മരിച്ചിവിടെ എത്തിയിരിക്കുകയല്ലേ. നിന്റെ ഇനിയുള്ള പ്രാർത്ഥനകൾക്കും നിനക്ക് വേണ്ടി ഭൂമിയിലുള്ളവരുടെ പ്രാർത്ഥനകൾക്കും ഒന്നും ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല. അത്രയുമല്ല, ഞങ്ങൾക്കും നിങ്ങൾക്കും നടുവേ വലിയൊരു പിളർപ്പുണ്ടാക്കിയിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ഇച്ഛിക്കുന്നവർക്ക് കഴിവില്ല, അവിടെ നിന്ന് ഞങ്ങളുടെ അടുക്കൽ കടന്നു വരുവാനും പാടില്ല എന്ന് പറഞ്ഞു. അതിന് അവൻ, എന്നാൽ പിതാവേ, അവനെ എൻ്റെ അപ്പൻ്റെ വീട്ടിൽ അയക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അവന്റെ അപേക്ഷകളെല്ലാം അവസാനിച്ചു. അവൻ രക്ഷ കിട്ടുകയില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഭൂമിയിലെ അവൻ്റെ സഹോദരങ്ങളുടെ കാര്യമാണ് ചിന്തിക്കുന്നത്. അങ്ങനെ വരും കേട്ടോ. നിങ്ങൾ മരിച്ച് പാതാളത്തിൽ ചെന്നാൽ നിങ്ങൾ ആദ്യം ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ രക്ഷയാണ്. സാധ്യമല്ല എന്ന് കേൾക്കുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടതായ നിങ്ങളുടെ മകനോ മകളോ ഭാര്യയോ ഭർത്താവിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കും. അയ്യോ, ഞാൻ അവർക്ക് സുവിശേഷം കൊടുത്തില്ലല്ലോ, ഞാൻ ഈ സുവിശേഷത്തിലേക്ക് വിളിച്ചപ്പോൾ അവരെ തടഞ്ഞു വെച്ചല്ലോ, ഇനി അവരെയും എന്നെ പോലെ തന്നെ നശിക്കാനിട വരുമോ? അതുകൊണ്ട് ഒരു ആഗ്രഹം നിങ്ങൾക്ക് വന്നേക്കാം. ദൈവത്തിന് മുഖത്ത് നല്ലൊരു മനസ്സുള്ള വ്യക്തിയാണ് നിങ്ങൾക്ക് വന്നേക്കാം. എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ ഒരിക്കലും ഈ കെടാത്ത തീയും ചാവാത്ത പുഴുവുമുള്ള ഈ പാതാളത്തിലേക്ക് വരല്ലേ എന്ന് നിങ്ങൾ ആഗ്രഹിച്ചേക്കാം. പക്ഷെ അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടും പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല. അത് സ്വർഗം മുഴുവൻ ഇപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് തന്നെയാണ് സ്വർഗത്തിൻ്റെ മുഴുവൻ ആഗ്രഹം. പക്ഷെ നടക്കുന്നുണ്ടോ? അതിന് ഞാൻ വിചാരിക്കണം. അതിന് അവസരം ഈ ഭൂമിയിൽ വെച്ചിട്ടാണ്. ഇവിടെ മോശയും പ്രവാചകന്മാരും എന്ന് പറയുന്നത് പോലെ സുവിശേഷകന്മാർ അനേകം പേര് നിങ്ങൾക്ക് വചനം തരുന്നുണ്ട്. നിങ്ങൾ അവർക്ക് മാർക്കിടാൻ നിൽക്കുകയാണോ? നിങ്ങൾക്ക് അവർക്ക് ലൈക്കും ഡിസ്ലൈക്കും ഇടാൻ നിൽക്കുകയാണോ? ആ പ്രസംഗം, ആ പറച്ചിൽ അങ്ങനെ ശരിയായില്ല, ആ വിഷയം അങ്ങനെ ശരിയായില്ല, ഇങ്ങനെയുള്ള വിഷയമാണ് വേണ്ടത്, ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് സഹോദര. നീ നിന്റെ രക്ഷയെക്കുറിച്ചും നിന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കും വേണ്ടിയിട്ട് പെട്ടകം തീർക്കുക എന്ന് വചനം പറയും. എന്തിനാണ്? ദൈവത്തിന് മഹത്വം. ഇനി അധികം സമയമില്ല. എന്നാണ് നമ്മുടെ മരണം അറിയാൻ പാടില്ല. എന്നാണ് കർത്താവ് രണ്ടാമത് വരുന്നത് നമുക്കറിയാൻ പാടില്ല. ധനവാന്റെ പാപം എന്ത്? അവൻ മാനസാന്തരപ്പെട്ടില്ല എന്ന് നമുക്കറിയാം. പക്ഷെ ധനവാന്റെ പാപം എന്ത്? അവൻ്റെ ഒന്നാമത്തെ പാപം ആ 19-ാം വാക്യത്തിൽ കാണാൻ കഴിയുന്നു. 19-ാം വാക്യം ഒന്ന് വായിക്കാമോ? 16-19. ധനവാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ ധൂമ്രവസ്ത്രവും പട്ടും ധരിച്ച് ദിനംപ്രതി ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു. അവൻ്റെ ഒന്നാമത്തെ പാപം, ഒന്നാമത്തെ കൽപ്പന അവൻ ലംഘിച്ചു എന്നുള്ളത് തന്നെയാണ്. 10 കൽപ്പനകൾ ദൈവം നൽകിയിരുന്നല്ലോ. ഞാനല്ലാതെ വേറൊരു ദൈവം നിനക്കുണ്ടാകരുത് എന്നാണ് ഒന്നാമത്തെ കൽപ്പന.
വിഗ്രഹങ്ങളെ ഉണ്ടാക്കി ആരാധിക്കരുതെന്നാണ് ഒരു കൽപ്പന. പക്ഷേ ഇവന്റെ ദൈവം നിത്യനായ ദൈവമായിരുന്നില്ല, യഹോവയായ ദൈവമായിരുന്നില്ല, കർത്താവായിരുന്നില്ല. ഇവന്റെ ദൈവം ധനമായിരുന്നു, ഇവന്റെ ദൈവം സമ്പത്തായിരുന്നു. ആ ലൂക്കോസിന് സുവിശേഷം 16 അധ്യായം തുടങ്ങുന്നത് ദ്രവ്യാഗ്രഹികളെ പരീശന്മാരോടാണ് കർത്താവ് പറയുന്നത്. അതിനുശേഷമാണ് അവർക്ക് വേണ്ടിയിട്ട് ഈ ഉപമ പറയുന്നത്. ദ്രവ്യാഗ്രഹികളായ പരീശന്മാരോട് അവർ യേശുവിനെ പരിഹസിച്ചു. എന്ന് പറഞ്ഞപ്പോഴാണെന്ന് അറിയാമോ? അനീതിയുള്ള മാമനെ കൊണ്ട് നിങ്ങൾ സ്നേഹിതന്മാരെ ഉണ്ടാക്കണമെന്ന് കർത്താവ് പറഞ്ഞു. പണം കൊണ്ട് നിങ്ങൾ സ്നേഹിതന്മാരെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞത് മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പണം ഉപയോഗിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർ കളിയാക്കി. അപ്പോഴാണ് ഈ ധനവാന് വന്നതായി വിപത്ത് കർത്താവ് പറയുന്നത്. ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്, നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ പറയുകയാണെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് പറയുന്നത്. ഇവിടെ അവന്റെ പാപം, അതും 16 അധ്യായത്തിൽ കർത്താവ് പറയുന്നുണ്ട്, 2 യജമാനന്മാരെ സേവിപ്പാൻ ഒരു വൃത്തനും കഴിയില്ല. 2 യജമാനന്മാർ, ഒന്നുകിൽ ദൈവം അല്ലെങ്കിൽ മാമോൻ, ഒന്നുകിൽ ദൈവം അല്ലെങ്കിൽ പണം, ധനം, സമ്പത്ത്. അവൻ ആരുടെ പിന്നാലെ പോയി? അവന് ദൈവം ഒരു വിഷയമായിരുന്നില്ല. അവൻ പ്രാർത്ഥിച്ചു കാണുമായിരിക്കാം, ദേവാലയത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ചു കാണുമായിരിക്കാം. പക്ഷെ അവന്റെ പ്രാർത്ഥന കേൾക്കണമെങ്കിൽ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയായിരിക്കണം. പ്രവൃത്തിയിലില്ലാത്ത വിശ്വാസം ദൈവം അംഗീകരിക്കുകയില്ല. അവന്റെ പ്രവൃത്തി ദോഷമായിട്ട് അവൻ എന്തെല്ലാം പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യം? ഇന്ന് ക്രിസ്ത്യാനികൾ നോക്കൂ, ദേവാലയത്തിൽ ആൾക്കാരുടെ എണ്ണം കുറയുന്നുണ്ടോ? ഇല്ലല്ലോ. പെരുന്നാളുകളുടെ എണ്ണം കുറയുന്നുണ്ടോ? ഇല്ലല്ലോ. പക്ഷെ എത്ര പേര് മാനസാന്തരമുണ്ട്? പാപം വിടുന്നവരെത്ര പേരുണ്ട്? നീ പാപത്തോട് യാത്ര പറയാതെയാണ് കുർബാന സ്വീകരിക്കുന്നെങ്കിൽ ഒരു ഗുണവുമില്ല സഹോദരൻ. മാനസാന്തരപ്പെട്ടവർക്കാണ് കുർബാന സ്വീകരണം. മാനസാന്തരമില്ലാതെ നീ നോമ്പ് നോക്കിയിട്ട് എന്ത് കാര്യം? 50 ദിവസം നോമ്പ് നോക്കിയിട്ട് 51 ദിവസം മദ്യം കഴിക്കാനോ, വൃത്തികെട്ട സിനിമകൾ കണ്ട് രസിക്കാനോ, നിന്റെ ജഡം, നിന്റെ ശരീരം അന്യായമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കുവാനോ? എന്ത് നോമ്പ്, എന്ത് ഉപവാസം? നീ മാനസാന്തരപ്പെടൂ, നിന്റെ പാപത്തോട് യാത്ര പറയൂ. നിനക്ക് ഏക ദൈവമേ ഉള്ളൂ, ആ ദൈവത്തിന്റെ പിന്നാലെ പോകൂ. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ആദ്യത്തെ 4 കൽപ്പനകൾ, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക. ബാക്കിയുള്ള 6 കൽപ്പനകൾ കർത്താവ് ഒരൊറ്റ വാക്യത്തിൽ ഒതുക്കി. കാരണം ആദ്യത്തെ 4 കൽപ്പനകൾ, 10 കൽപ്പനകളിൽ 4 കൽപ്പനകൾ ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധം. രണ്ടാമത്തെ 6 കൽപ്പനകൾ മനുഷ്യനും തമ്മിലുള്ള ബന്ധം. അതിനെക്കുറിച്ച് കർത്താവ് ഇങ്ങനെയാണ് പറയുന്നത്, നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ഇവർ രണ്ടാമത്തെ പാപം, ഇവന്റെ പടിപ്പുരയിൽ കിടന്ന ലാസർ എന്ന് പറയുന്ന അയൽക്കാരനെ അവൻ സ്നേഹിച്ചില്ല. അല്ലയോ ധനവാനെ, ലോകം മുഴുവനുള്ള ദരിദ്രനെ സഹായിക്കാനല്ല പറഞ്ഞത്. നിന്റെ പടിപ്പുരയ്ക്കൽ കിടക്കുന്നുണ്ടല്ലോ ദരിദ്രൻ, വ്രണം നിറഞ്ഞവനായിട്ട് കിടക്കുന്നുണ്ടല്ലോ, അവൻ രോഗിയല്ലേ? അവന് നിനക്കൊരു നല്ല ചികിത്സ കൊടുക്കാൻ പാടില്ലേ? അവനൊരു വസ്ത്രം കൊടുക്കാൻ പാടില്ലേ? അവനൊരു നേരത്തെ ആഹാരം കൊടുക്കാൻ പാടില്ലേ? നിനക്ക് പണമുണ്ടല്ലോ, നീ ദിനം പ്രതി സുഖിച്ചുകൊണ്ടിരിക്കുകയല്ലയോ? നമ്മൾ ചിന്തിക്കണം. അത് പലരും, കൂട്ടായ്മക്കാർ പലരും നന്മ പ്രവർത്തികൾ, സാധുജന സേവ, അതൊന്നൊന്നുമല്ല കാര്യം. മാനസാന്തരമാണ്, ശരിയാണ്, മാനസാന്തരത്തിനാണ് ഒന്നാം കാര്യം. പക്ഷെ അതും നമ്മുടെ മുമ്പിലുണ്ട്. കർത്താവ് തേജസ്സിൻ്റെ സിംഹാസനത്തിലിരിക്കുമ്പോൾ കർത്താവ് പറയുന്നൊരു വാക്യമുണ്ട്. അത് മത്തായിയുടെ സുവിശേഷം 25 അധ്യായമാണ്, 41 വാക്യം. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നില്ല. അവിടെ നിത്യദണ്ഡനത്തിലേക്ക് പോകുന്ന ആൾക്കാരെ വിളിച്ചുകൊണ്ട് കർത്താവ് പറയുകയാണ്, ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവന്റെ ദൂതന്മാർക്കുമായി ഒരുക്കിയിരിക്കുന്ന നിത്യ നരകാഗ്നിയിലേക്ക് പോകുവിൻ. എന്നിട്ട് കർത്താവ് പറയുകയാണ്, വായിക്കാം. പിന്നെ അവൻ അടുത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവീൻ. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നില്ല. നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നില്ല. ദാഹിച്ചു, എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നില്ല. നിങ്ങൾ കുടിപ്പാൻ തന്നില്ല. അതിഥിയായിരുന്നു, ഞാൻ അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടില്ല. നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടില്ല. നഗ്നനായിരുന്നു, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല. നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല. രോഗിയും തടവിലുമായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നില്ല. നിങ്ങൾ എന്നെ കാണുവാൻ വന്നില്ല. അതിന് അവർ, കർത്താവേ, ഞങ്ങൾ നിന്നെ വിശക്കുന്നവനോ ദാഹിക്കുന്നവനോ അതിഥിയോ നഗ്നനോ രോഗിയോ തടവിലോ ആയി എപ്പോൾ കണ്ടു നിനക്ക് ശുശ്രൂഷ ചെയ്യാതിരുന്നു എന്ന് ഉത്തരം പറയും. അവനവരോട്, ഏറ്റവും ചെറിയവരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്യാഞ്ഞിടത്തോളമെല്ലാം എനിക്കാകുന്നു ചെയ്യാഞ്ഞത് എന്ന്. അല്ലയോ ധനവാന്മാരെ, ഈ ഏറ്റവും ചെറിയ ഒരുത്തന് നിങ്ങൾ ചെയ്യാഞ്ഞിടത്തോളമെല്ലാം എനിക്കാകുന്നു ചെയ്യാത്തത് എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ദൈവത്തിന് മഹത്വം.
നിന്റെ പടിപ്പുരയ്ക്കൽ അനേകം ലാസർമാർ കിടക്കുന്നുണ്ട്. നീ അവനെ സഹായിക്കാൻ ഉത്തരവാദിയാണ്. നിന്റെ കുടുംബത്തിലേക്ക് മാത്രം നോക്കി, നിന്നിലേക്ക് മാത്രം നോക്കി ഒരു സ്വാർത്ഥമായ ജീവിതമാണ് നയിക്കുന്നതെങ്കിൽ, നീ യഥാർത്ഥത്തിൽ ഒരു സുവിശേഷകനാണെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കാൻ നീ ബാധ്യസ്ഥനാണ്. പോരാ, നിന്റെ പടിപ്പുരയ്ക്കൽ മാനസാന്തരമില്ലാത്ത അനേകർ കിടക്കുന്നുണ്ട്. നിന്റെ ഭവനത്തിനു ചുറ്റും, നിന്റെ ദേശത്തിനു ചുറ്റും അവരുടെ അടുക്കൽ യേശു എന്ന രക്ഷകനെ കുറിച്ച് പറയാനുള്ള കർത്തവ്യവും നിനക്കുണ്ട്. പ്രിയമുള്ളവരെ, മറ്റുള്ളവരെ സ്നേഹിക്കാറുണ്ടോ? അനേക കൂട്ടായ്മക്കാരും വീഴുന്ന പാപമാണ്. നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ള കൽപ്പന ലംഘിക്കുന്നു. അനേകരും വീഴുന്ന പാപമാണ്. മറ്റുള്ളവരോട് കരുണ കാണിക്കുക. ഗിരിപ്രഭാഷണം തുടങ്ങുന്ന ഇങ്ങനെയല്ലേ, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. കരുണ കാണിച്ചാൽ നിനക്ക് കരുണ ലഭിക്കും. നിനക്ക് കരുണയുണ്ടോ? ദൈവത്തിന് മഹത്വം. നീ അന്വേഷിക്കണം, നിന്നെ തേടി വരികയില്ല. എവിടെയാണ് എൻ്റെ സഹായം ആവശ്യമുള്ളവർ, എന്നെ കൊണ്ട് ആവശ്യമുള്ളവർ? ഒരുപക്ഷെ എൻ്റെ ആശ്വാസ വാക്കായിരിക്കാം, യേശുവിനെ പ്രകീർത്തിക്കുന്ന വാക്കായിരിക്കാം, യേശുവിനെ കുറിച്ച് പ്രഘോഷിക്കുന്ന വാക്കായിരിക്കാം. നീ അത് പറയാതെ നീ സ്വാർത്ഥമതിയായിട്ട് ജീവിക്കുന്നുണ്ട്. നിനക്കായിട്ട് തുറക്കുന്ന സ്ഥലത്തിൻ്റെ പേര് പാതാളം എന്നാണ്, നരകം എന്നാണ്. ധനവാന്റെ രണ്ടാമത്തെ പാപം, അവൻ മറ്റുള്ളവരെ സ്നേഹിച്ചില്ല, അവൻ കരുണ കാണിച്ചില്ല. മൂന്നാമത്തെ അവൻ്റെ പാപമാണ്, അവൻ മാനസാന്തരപ്പെട്ടില്ല. അവിടെ മോശയും പ്രവാചകന്മാരും ഉണ്ട് എന്ന് അബ്രഹാം പിതാവ് പറയുന്നുണ്ട്. എൻ്റെ 5 സഹോദരന്മാർ മാനസാന്തരമില്ലാതെ കഷ്ടപ്പെടുകയാണ്, അവൻ്റെ അടുക്കലേക്ക് ലാസറിനെ അയക്കാമോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല, ലാസറൊന്നും പോകേണ്ട ആവശ്യമില്ല, അവിടെ മോശയും പ്രവാചകന്മാരും ഉണ്ട്. അവരുടെ വാക്ക് വിശ്വസിച്ചാൽ ഇവന് രക്ഷപ്പെടാം, അവർ നിന്റെ സഹോദരന്മാർക്ക് രക്ഷപ്പെടാം, അല്ലെങ്കിൽ സാധ്യമല്ല എന്നാണ് പറയുന്നത്. അല്ല, എൻ്റെ സഹോദരന്മാർ വലിയ വലിയ അത്ഭുതങ്ങൾ കണ്ടാൽ മാത്രം മാനസാന്തരപ്പെടുന്ന ബുദ്ധിജീവികളാണ്, അതുകൊണ്ട് ഇവൻ മരിച്ച ഒരുത്തൻ ഉയർത്തെഴുന്നേറ്റ് എന്നാൽ മാത്രമേ അവർ വിശ്വസിക്കുള്ളൂ. ഇല്ല ധനവാനെ, നടക്കുകയില്ല. അവിടെ ദൈവം അതാത് സമയങ്ങളിൽ എഴുന്നേൽപ്പിക്കുന്ന പാവപ്പെട്ട മുക്കുവന്മാരോ ചുങ്കക്കാരോ സുവിശേഷകന്മാരോ വിദ്യാഭ്യാസമില്ലാത്തവരോ അക്ഷരാഭ്യാസമില്ലാത്തവരോ ഉണ്ട്. നിന്റെ വിദ്യാഭ്യാസം വെച്ചുകൊണ്ട് നീ മാർക്കിടാൻ നിന്നാൽ നിനക്ക് രക്ഷ നഷ്ടപ്പെട്ടും. അവരുടെ വായിലൂടെ പറയുന്ന വചനം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് അവർ കൊടുക്കുന്നതെന്ന് നീ വിശ്വസിച്ചേ പറ്റുകയുള്ളൂ, നീ ചിന്തിച്ചേ പറ്റുകയുള്ളൂ. അങ്ങനെയുള്ള രക്ഷയിലൂടെ മാത്രമേ രക്ഷപ്പെടാൻ കഴിയുള്ളൂ. സുവിശേഷം കേൾക്കണമായിരുന്നു, അവൻ കേട്ടില്ല. ലാസർ എന്തുകൊണ്ടാണ് പർദീസിലേക്ക് പോയത്? അവന് മാനസാന്തരം ഉണ്ടായിരുന്നു. അവൻ്റെ മാനസാന്തരം ദൂതന്മാർ അറിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് അവനെ എതിരേക്കാണ്ട് ദൂതന്മാർ വന്നത്. മാത്രമല്ല പ്രിയമുള്ളവരെയും, അവനൊരു ബലാത്കാരിയായിരുന്നു. അതും 16-ാം അധ്യായം ആ സംഭവ കഥ പറയുന്നതിന് മുമ്പ് 16-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നുണ്ട്. വായിക്കാം, 16-ാം അധ്യായം 16-ാം വാക്യം. ന്യായപ്രമാണത്തിൻ്റെയും പ്രവാചകന്മാരുടെയും കാലം യോഹന്നാൻ വരെയായിരുന്നു. അന്നു മുതൽ ദൈവരാജ്യത്തെ സുവിശേഷിച്ചു വരുന്നു. എല്ലാവരും ബലാത്കാരേണ അതിൽ കടപ്പാൻ നോക്കുന്നു. ദൈവത്തിന് മഹത്വം. പ്രിയമുള്ളവരെ, ദൈവരാജ്യത്തെ സുവിശേഷിച്ചു വരുന്നു, അനേകരും ബലാത്കാരേണ അതിൽ കടപ്പാൻ നോക്കുന്നു എന്ന്. പ്രിയമുള്ളവരെ, ഈ ദരിദ്രൻ ഒരു ബലാത്കാരിയായിരുന്നു. എന്ത് വ്രണം നിറഞ്ഞ് ദരിദ്രനായിട്ട് ഒരു സ്ഥാനമാനമില്ലാതെ നായ്ക്കൾ പോലും നക്കിക്കൊണ്ടിരുന്നവൻ ബലാത്കാരിയായിരുന്നോന്നോ? അതേ സഹോദര, നീ പരിശോധിച്ചു നോക്കൂ. ആ ഭാഗങ്ങളിൽ എവിടെയെങ്കിലും ദൈവത്തെ അവൻ ശപിക്കുന്നുണ്ടോ? ഇല്ല. അവൻ ധനവാനെ ശപിക്കുന്നുണ്ടോ? ഇല്ല. അവൻ പരാതി പറയുന്നുണ്ടോ? ഇല്ല. അവൻ പിറുപിറുക്കുന്നുണ്ടോ? ഇല്ല. എൻ്റെ ദൈവം അനുവദിക്കുന്ന എല്ലാം ഞാൻ സ്വീകരിക്കുമെന്ന് പറയുന്ന ഒരു ബലാത്കാരിയായിരുന്നു അവൻ. അതുകൊണ്ടാണ് അവൻ പർദീസയിൽ സ്വസ്ഥത അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നമ്മെ വേർപിരിക്കുന്ന ആര്? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ? ഇതാരുടെ വാക്കാണ്? ഒരു ബലാത്കാരിയുടെ വാക്കാണ്. ബലാത്കാരികൾ പറയേണ്ട വാക്കാണ്. എൻ്റെ യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എൻ്റെ ശരീരം മുഴുവനും വ്രണം പോലെ അസുഖം വന്നാലും, മാരകമായ ക്യാൻസർ രോഗം വന്നാലും, എൻ്റെ വീട് ജപ്തി കൊണ്ടുപോയാലും ജപ്തിയെടുത്താലും ഞാൻ പതറിയില്ല. എൻ്റെ യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കാൻ ആർക്ക് കഴിയും? എനിക്ക് കിട്ടിയത് വലിയേറിയ നിധിയാണ്. എൻ്റെ യേശുരാജനെയാണ് എനിക്ക് കിട്ടിയത്. അവനാണ് എൻ്റെ രക്ഷകൻ, അവനാണ് എന്നെ നിത്യയുടെ തുറമുഖത്തേക്ക് കൊണ്ടുപോകുന്നത്. എൻ്റെ വാക്കുകളെ ഞാൻ ചുരുക്കട്ടെ പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ. അവിടെ ആ അധ്യായം അവസാനിക്കുമ്പോൾ ധനവാൻ പാതാളത്തിൽ യാതന അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ദരിദ്രനായ ലാസർ മാനസാന്തരപ്പെട്ടതിൻ്റെ പേരിൽ, ബലാത്കാരിയായതിൻ്റെ പേരിൽ, വിശ്വാസവീരനായതിൻ്റെ പേരിൽ അബ്രഹാമിൻ്റെ ആ പർദീസയിലേക്ക് പ്രവേശിക്കുകയാണ്. അബ്രഹാമിനോടൊപ്പം പരിശുദ്ധന്മാരുടെ നിരയിലേക്ക് പോവുകയാണ്. നമ്മുടെ മരണം കഴിയുമ്പോൾ നമ്മളെവിടെ ചെല്ലും? നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമ്മുടെ തലകളെ ഉണക്കാം. തൻ്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കാൻ ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. സഹോദര, നീ പാതാളത്തിൽ യാതന അനുഭവിക്കാതിരിപ്പാൻ, നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാൻ, ദൈവത്തിൻ്റെ മുഖം കണ്ട് നീ ഉണരുവാൻ വേണ്ടിയിട്ട് ദൈവം ഒരു കാര്യം ചെയ്തു. തൻ്റെ മകനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. ഹല്ലേലൂയ. തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് എല്ലാവർക്കും വേണ്ടി അയച്ചു തന്നു. ഹല്ലേലൂയ. അവനെക്കുറിച്ചാണ് നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആർക്കാണ് അവന് വേണ്ടത്? ഹല്ലേലൂയ. എൻ്റെ യേശുവേ, എനിക്ക് നിന്നെ വേണം. ഞാൻ പാപിയാണ് കർത്താവേ,
ഞാൻ പാപിയാണെന്ന് സമ്മതിക്കുന്നു കർത്താവെ. അനേകവിധമായ പാപങ്ങൾ ഇനിയും എൻ്റെ ജീവിതത്തിലുണ്ട്. എനിക്ക് നിന്നെ ആവശ്യമുണ്ട് രക്ഷക. നീ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. ഞാൻ രോഗിയാണ്, ഞാൻ ബലഹീനനാണ്, ഞങ്ങൾക്ക് അനേകവിധ പ്രയാസമുണ്ട് കർത്താവെ. എന്നാൽ അതിലെല്ലാം ആശ്വാസം തരാൻ നീ മതിയായവനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ വിശ്വാസത്തിൽ പതർച്ച വരാതെ, ഞങ്ങളുടെ വിശ്വാസത്തിൽ പാളിച്ച വരാതെ, അന്ത്യത്തോളം എഴുകിതിരിക്കെടാതെ ഞങ്ങളെ സൂക്ഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. നിന്റെ വിലയേറിയ രക്തം കൊണ്ട് ഞങ്ങളെ കഴുകണമേ. സകലവും പാപങ്ങളും മോചിച്ചേരുന്നതായ നിന്റെ രക്തം കൊണ്ട് ഞങ്ങളെ കഴുകണമേ. ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളെയും നീ അനുഗ്രഹിക്കണമേ. അവരുടെ തലമേൽ നിന്റെ ആണിപ്പാടുള്ള കരം വെക്കണമേ. സകലതും ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപയുടെ കടത്തിലും തിരുമാറാകണമേ. ആമീൻ.